ഹായ്, ഞാൻ വിവേക് സോമരാജ്, ട്രാവൻകൂർ ഹിയറിംഗ് സൊല്യൂഷൻസിൻ്റെ ചീഫ് ഓഡിയോളജിസ്റ്റാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹോർമോൺ ചേഞ്ചസ്, സ്ത്രീകളിലുണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസും കേൾവിക്കുറവിനെ കുറിച്ചുമാണ്. ഇത് തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? നോർമലി നമുക്ക് സ്ത്രീകളിൽ കൂടുതൽ ഹോർമോൺ ചേഞ്ചസ് കാണപ്പെടുന്നത് മെനോപോസ് അല്ലെങ്കിൽ ആർത്തവ വിരാമ സമയത്താണ്. ഈ ടൈമിൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന എസ്ട്രോജൻ അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോൺസിൻ്റെ ലെവൽ നല്ല രീതിയിൽ വ്യത്യാസമുണ്ടാകും, അല്ലെങ്കിൽ നോർമലി അത് കുറയുകയാണ് ചെയ്യുന്നത്. ഈ എസ്ട്രോജൻ എന്ന് പറയുന്ന ഹോർമോൺ പ്രത്യേകിച്ചും നമ്മുടെ ഇന്നർ ഇയർ അല്ലെങ്കിൽ ഉള്ളിലിരിക്കുന്ന കോക്ലിയ ഇരിക്കുന്ന ഒരു ഇന്നർ ഇയറിലേക്കുള്ള ബ്ലഡ് സപ്ലൈ, അതുപോലെ തന്നെ അതിൻ്റെ നെർവ് ഫങ്ഷൻസ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹോർമോണും കൂടെയാണ്, അല്ലെങ്കിൽ അതിനൊരു മെയിൻറ്റെയിൻ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹോർമോൺ കൂടെയാണ് എസ്ട്രോജൻ. അപ്പം എസ്ട്രോജൻ ലെവൽസ് കുറയുമ്പോഴത്തേനും നോർമലി തന്നെ നമുക്ക് ഇന്നർ ഇയർ അല്ലെങ്കിൽ കോക്ലിയയിലേക്കുള്ള ബ്ലഡ് ഫ്ലോയെ അത് ബാലൻസ് അല്ലെങ്കിൽ അതിനെ ബാധിക്കുന്നതാണ്. ആ ടൈമിൽ ഈ ബ്ലഡ് ഫ്ലോ ബാധിക്കുക അല്ലെങ്കിൽ നെർവ് ഫങ്ഷൻസിനെ അത് അത്രയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമുക്ക് കേൾവിക്കുറവ് ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കേൾവിക്കുറവായിട്ട് ചിലർക്ക് അനുഭവപ്പെടാം. ചിലവർക്ക് ചെവിയിലൊരു മൂളൽ അഥവാ ഒരു ടിനൈറ്റിസ് നമ്മൾ പറയും, ടിനൈറ്റിസ് ആയിട്ട് അത് വരാം. ഇനി വളരെ ചുരുക്കം ചിലവരിൽ അതൊരു ബാലൻസ് പ്രോബ്ലം ആയിട്ടും അത് കാണപ്പെടാം. ഇതുപോലെ കേൾവിക്കുറവിനെക്കുറിച്ചും അല്ലെങ്കിൽ അതുമായിട്ട് അസോസിയേറ്റഡ് കണ്ടീഷൻസിനെ കുറിച്ചും കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ട്രാവൻകൂർ ഹിയറിംഗ് സൊല്യൂഷൻസിനെ ബന്ധപ്പെടാവുന്നതാണ്. ട്രാവൻകൂർ ഹിയറിംഗ് സൊല്യൂഷൻസ്, ദി കംപ്ലീറ്റ് ഹിയറിംഗ് കെയർ പാർട്ട്ണർ.